ആ സാർ ഇനി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. സുഹൈറയ്ക്ക് കണക്ഷൻ കിട്ടിയതല്ലേ? സുഹൈറ Yes, sir. ഓൾറെഡി ലോഗിൻ കിട്ടിയതല്ലേ? പെട്ടെന്ന് പറയൂ. ഇല്ലേ? ശ്ശെ. സുഹൈറ പറയൂ പ്ലീസ്. സാറേ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി ആക്സസ് തന്നിട്ട് ഡെസ്റുദിക്ക് കിട്ടിയില്ലേ? കിട്ടി സാർ, കിട്ടി. ഇന്നലെ ഓക്കെ കിട്ടി. ഓക്കെ, അപ്പൊ ചെക്ക് ചെയ്യാം. അപ്പൊ എന്നിട്ട് ഇനി ഞാൻ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സാർ എന്നിട്ട് ചെയ്യേണ്ടത് പറയുമ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഓൾ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്ത് കാരണം ഇവിടെയാണ് നിങ്ങൾ ആദ്യം കാണുന്നത് അനലിറ്റിക്സ് അക്കൗണ്ട്. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ടിന്റെ ആക്സസ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ് പ്രസന്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന്റെ അക്കൗണ്ടിൽ രണ്ട് പ്രോപ്പർട്ടി ആണ് ഉള്ളത്. അത് ഒന്നാണ് ILTjobs.com, പിന്നെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് പ്രോപ്പർട്ടി ആണ് ഉള്ളത്. അതിൽ നമ്മളിപ്പം നോക്കാൻ പോകുന്ന ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. അത് ക്ലിക്ക് ചെയ്യാം. ആ പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യൂസ് കാണുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. നിങ്ങൾക്ക് ഡിഫോൾട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ PC ഇരുന്ന് ചെയ്യാണ്. അതുകൊണ്ട് സാർ ഇത് ഒരിക്കലും തെറ്റില്ല. ഇത് തന്നെയാണ് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളിപ്പോ സാറ്റർഡേ ക്ലയന്റ് ആയിട്ട് മീറ്റിംഗ് ഉണ്ടാവുമ്പോ എനിക്ക് ഇതുപോലെ ആക്സസ് തരാൻ പറയാ. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര വ്യൂസ് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ആദ്യത്തെയാണ് റിപ്പോർട്ട് സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്. ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് സ്നാപ്ഷോട്ട് കണ്ടോ? അതാണ് ഇത് കാണിക്കുന്ന റിപ്പോർട്ട് സ്നാപ്ഷോട്ട് ആണ്. അതിൽ കാണിച്ചിരിക്കുകയാണ് 500 ആക്റ്റീവ് യൂസർ ഉണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ 490 ന്യൂ യൂസർ ഉണ്ട്. അതുപോലെ തന്നെ ആവറേജ് എൻഗേജ്മെന്റ് ടൈം പെർ ആക്റ്റീവ് യൂസർ 18 സെക്കൻഡ് ആണ്. 18 സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്നത്തെ റിപ്പോർട്ടാണ്? ഏറ്റവും ടോപ്പ് റൈറ്റിൽ കണ്ടോ? മാർച്ച് 1 തൊട്ട് മാർച്ച് 31 വരെ. അവിടെ ക്ലിക്ക് ചെയ്യാം. സാറിന് എസ്റ്റർഡേയിലത്തെ മാത്രം കിട്ടണം. സാറിന് അറിയുന്ന എസ്റ്റർഡേ സാറിന്റെ വെബ്സൈറ്റിൽ എത്ര വിസിറ്റർ വന്നത്, അവിടെ എസ്റ്റർഡേ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ അടിക്കുക. കണ്ടോ? സാറിന് അറിയാം എസ്റ്റർഡേ എനിക്ക് 12 ആക്റ്റീവ് യൂസർ ഉണ്ടായി, 1 ന്യൂ യൂസർ ഉണ്ടായി, ആവറേജ് ടൈം 10 സെക്കൻഡ് ആണ്. ക്ലിയർ ആവുണ്ടോ? ഇൻട്രസ്റ്റിംഗ്. അപ്പൊ സാറിന്റെ സൈറ്റില് സാറിന് നോക്കിക്കഴിഞ്ഞ് കാണാം, നിങ്ങളൊരു നിങ്ങളുടെ വെബ്സൈറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ കൊടുത്തേക്കാണ് ഒരാൾക്ക്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് എത്രയാണ് സാറിന്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഡിജിറ്റലി സ്പെൻഡ് ചെയ്യുന്നത്? എന്താ? സോറി, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ എത്ര രൂപ സ്പെൻഡ് ചെയ്യണമെന്ന് അറിയാമോ ഡിജിറ്റലില്? നമ്മളിപ്പോ ഒരു 2000 വെച്ചിട്ടാണ് പ്ലാൻ. അത് ഇംപ്ലിമെന്റ് ആയിട്ടില്ല, അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതൊന്നും അവര് ശരിയാക്കി തരാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. അടിപൊളി. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് വേണം സംസാരിക്കാൻ. ക്ലിയറായോ? അപ്പൊ നിങ്ങൾ ഇപ്പൊ തിങ്കളാഴ്ച നിങ്ങൾ അത്യാവശ്യം കുറച്ച് അവിടെ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ആ ഐഡിയയിൽ നിങ്ങൾ സംസാരിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത 2 ആഴ്ച ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും. അത് വെച്ച് നിങ്ങൾ ഓരോന്ന് പയ്യെ നിങ്ങൾ അതിന്റെ ആ ഓണർഷിപ്പ് ഏറ്റെടുക്കുക. കുറച്ച് തുടക്കം നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിളിംഗ് ഉണ്ട്. അപ്പൊ സാറായാലും അവിടെ ദുബായ് എന്നൊക്കെ പറഞ്ഞ് 8-10 മണിക്കൂർ ജോലി ചെയ്യുന്നു, വീണ്ടും 1.5 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ സാറ ചെയ്യുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 100-1000% കൃത്യമായ കാര്യമാണ്. ഇതിന്റെ അപ്പുറത്തേക്കില്ല. സാർ ഓരോ ദിവസം ചെല്ലുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങൾ പഠിക്കുക, അത് അവിടെ തന്നെ അപ്ലൈ ചെയ്യുക, അവരോട് ചോദിക്കുക, മനസ്സിലാക്കുക. തുടക്കം 2-3 മാസം സാറൊന്ന് സ്ട്രഗിൾ ചെയ്താൽ ഈ സാധനം സിസ്റ്റം മൊത്തം കയ്യിലാണ്. പിന്നെ ഇനിയുള്ള ലൈഫ് സാറിന് ഭയങ്കര ഈസിയാവും. ഇപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു റിവാർഡ് നിങ്ങൾക്ക് 3 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ക്ലയന്റ് ചെയ്തു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാണ്. അപ്പൊ ഒരു ദിവസം സപ്പോസ് അവരൊരു 10,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തു.
നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്ര വിസിറ്റർ വന്നിട്ടുണ്ടെന്നുള്ളത്. അതാണ് ആക്റ്റീവ് യൂസർ, ന്യൂ യൂസർ എന്നൊക്കെ പറയുന്നത്. അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ആ സ്പെൻഡ് ചെയ്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യുക. ഞങ്ങൾ അനലിറ്റിക്സ് വയ്ക്കുമ്പോൾ വിസിറ്റർ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ടെക്നിക്കലി പറയണം. അതാണ് നിങ്ങളുടെ മിടുക്ക്. റിപ്പോർട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് എന്ത് ചെയ്യേണ്ടത്. എക്സാക്ട്ലി, ഞാൻ അതിലേക്കാണ്, അത് കാണിച്ചു തരാനാണ് പോണത്. ഇനി നിങ്ങളിപ്പോ എസ്റ്റർഡേയിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ടോപ്പ് റൈറ്റിലേക്ക് വന്നേ. ഇപ്പൊ സാറിന് അറിയണം ദിസ് വീക്ക് കിട്ടും ലാസ്റ്റ് 7 days. ലാസ്റ്റ് 7 days എടുത്ത് അപ്ലൈ അടിക്കാം. അപ്പൊ ലാസ്റ്റ് 7 days കിട്ടി. വെരി സിമ്പിൾ ആണ്. ഇപ്പൊ സാറ് തന്നെ ചെയ്യുകയാണെങ്കിൽ സാറ് ജീവിതത്തിൽ മറക്കരുത്. ഞാൻ ഒരു ഗൂഗിൾ അനലിറ്റിക്സ് എപ്പോൾ കണ്ടാലും സാറിന് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളത് പ്രാക്ടിക്കലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ലൈവ് സാധനമാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആക്റ്റീവ് യൂസർ. പയ്യെ താഴേക്ക് താത്തി കേട്ടോ. ഇനി അവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് വേർ ഡു യുവർ ന്യൂ യൂസർ കം ഫ്രോം. എന്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, എവിടെ നിന്നാണ് നിങ്ങളുടെ വേർ ഡു യുവർ ന്യൂ യൂസർ കം ഫ്രോം എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പൊ അതിൽ പെയ്ഡ് സെർച്ചിന്റെ മുകളിലേക്ക് വന്നേ, മൗസ് കൊണ്ടുവന്നേ. അല്ല, അതിന് ആ ബ്ലൂവിന്റെ മുകളിലേക്ക് കണ്ടോ, പെയ്ഡ് സെർച്ചിന് 50 പേര് വന്നു. എന്താണ് പെയ്ഡ് സെർച്ച്? നമ്മൾ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അത് ഡയറക്റ്റ് കൊടുത്തേ. താഴേക്ക് വന്ന് ഡയറക്റ്റിലേക്ക് 40. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ വെബ്സൈറ്റ് ഇന്റർനെറ്റ് ട്രെയിനിങ് അടിച്ചിട്ട് വരും. ഓർഗാനിക് സെർച്ച് SEO വഴി വരുന്നതാണ് ഓർഗാനിക് സെർച്ച്. ഓർഗാനിക് സോഷ്യൽ, അതായത് നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റൊക്കെ ഓർഗാനിക്കലി വരുന്നതാണ്. റെഫറൽ, വീഡിയോ കണ്ടോ. ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയാണ് ഞങ്ങള് സോഷ്യൽ മീഡിയ ചെയ്യാൻ കൊടുത്തു, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് അത് പോയിന്റ് ചെയ്ത് പറയണമേ, ഞങ്ങളിവിടെ നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ എന്ന് പറയാ. അതാണ് നിങ്ങളുടെ മിടുക്ക്. അവിടെ വ്യൂ യൂസർ അക്വിസിഷൻ എന്ന് പറഞ്ഞ സാധനം കണ്ടോ, നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിന്റെ താഴെ അല്ല അത് തന്നെ. ഞാൻ നിങ്ങൾ ഓരോന്നും നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ്. കണ്ടോ ഈ പയ്യെ താഴേക്ക് താത്തിയേ. അത് ക്ലോസ് ചെയ്ത് തരാം. കാരണം അതിന്റെ മാപ്പ് സഹിതം കാണിച്ചേക്കാണ്. പെയ്ഡ് സെർച്ച് എന്നാണ് ഏറ്റവും കൂടുതൽ. ഡയറക്റ്റ് ആ മാപ്പ് കണ്ടോ, തൊട്ട് മുകളിൽ കണ്ടോ പെയ്ഡ് സെർച്ച്. അതിന്റെ മുകളിൽ ആ ചാർട്ട് കണ്ടോ, എന്ത് ക്ലിയർ ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ കണ്ടോ, അതൊക്കെ അങ്ങനെയൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കണം. 53 അത് തന്നെ 29. താഴേക്ക് അടുത്തത് അത് ഓരോ ദിവസം കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 7 days ആണ്. അപ്പൊ April 3-നാണ് ഏറ്റവും കൂടുതൽ വിസിറ്റർ വന്നിരിക്കുന്നത്. ശരിയല്ലേ? അത് കഴിഞ്ഞ് വിസിറ്റർ കുറഞ്ഞു കണ്ടോ. വന്ന ഡേറ്റ് വരെ അറിയാൻ പറ്റും. നിങ്ങൾ കാണും ഇതൊക്കെ തോന്നാൻ. നിങ്ങൾ ഇതൊക്കെ നോക്കി നിങ്ങൾ അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് വേണം, അനലിറ്റിക്കൽ സ്കില്ല് വേണം ഡിജിറ്റൽ മാർക്കറ്റർക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ പക്ക ലൈവ് സാധനം നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾ എല്ലാവരും ഇതേപോലെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആക്സസ് തന്നത്. ചില സ്ഥാപനങ്ങൾ എന്താണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ തിയറി പഠിക്കാൻ വന്നവരെല്ലാവരും. നിങ്ങൾക്ക് ഞാൻ ലൈവ് സാധനമാണ് തന്നത്. ഇനി നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല. നിങ്ങൾ എല്ലാ അനലിറ്റിക്സ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാ ക്ലയന്റുകളുടെയും അനലിറ്റിക്സ് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഈ സാധനം, അനലിറ്റിക്സ് എന്താണ്, എങ്ങനെയാണ് ലോഗിൻ ചെയ്തിട്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുവഴി. ട്രെൻഡ് മനസ്സിലാക്കാം, റിസൾട്ട് ഉണ്ടോ, എവിടെന്നാ വരുന്നേ. ഇത് ലൈവ് സാധനമാണ്. ലൈവ് ടെക്നിക്കൽ ഗൂഗിളിന്റെ തന്നെ ഫ്രീ സാധനമാണ്. അപ്പൊ ചില വെബ്സൈറ്റ് ആരും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഗൂഗിൾ അനലിറ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാ, എനിക്ക് അതിന് എന്നെ യൂസറായിട്ട് ആഡ് ചെയ്യാന്ന് പറയാ. അതാണ് നിങ്ങൾക്കുള്ള നോളജ്. നോളജ് വരുമ്പോൾ നിങ്ങളുടെ കമാൻഡിങ് പവർ നിങ്ങൾക്ക് പോകുന്നത് കൃത്യമാണോ എന്ന് അറിയാൻ പറ്റും. ഞാൻ ഇതിന്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം, അതിലേക്ക് വരാം. ക്ലിയർ ആവണ്ടല്ലോ എല്ലാവരും. ഇത് ഞാൻ കുറച്ച് കാണിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഇപ്പൊ തന്നെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. കാരണം കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് വരുമ്പോൾ ഞാൻ യൂസറൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു പോകും. അപ്പൊ നിങ്ങളിപ്പോ ലൈവിലിട്ട് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സാധനം നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇനി മുകളിലേക്ക് പോട്ടെ. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും എവിടെ ഒന്നും താഴേക്ക് തന്നിയ വേറൊരു കാര്യം കൂടി കാണിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. പെയ്ഡ് സെർച്ച് കണ്ടോ, അവിടെ കണ്ടോ ആവറേജ് എൻഗേജ്മെന്റ് ടൈം പെർ ആക്റ്റീവ് യൂസർ എന്നുണ്ടോ. അതിന് തൊട്ട് മുന്നത്തെ കണ്ടോ പെയ്ഡ് സെർച്ച്. അത് പെയ്ഡ് സെർച്ച് 0 ആണ്. ഡയറക്റ്റ് ട്രാഫിക് കണ്ടോ 8 സെക്കൻഡ്. ഓർഗാനിക് സെർച്ച് കണ്ടോ 45 സെക്കൻഡ്. അതിന്റെ അർത്ഥം എന്താ,
നമുക്ക് ഓർഗാനിക്കലി വരുന്ന വിസിറ്റർ വെരി സീരിയസ് ആണ്. അവരാണ് കൂടുതൽ ടൈം നമ്മുടെ വെബ്സൈറ്റിൽ സ്പെൻഡ് ചെയ്യണേ എന്നാണ് അത് കാണിക്കുന്നത്. നമ്മുടെ SEO ഫോക്കസ് ചെയ്താ SEO അല്ലെങ്കിൽ മറ്റു ഡയറക്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഓർഗാനിക്കിലൊക്കെ വരുന്നു കൂടുതൽ. വെറുതെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരുപാട് ട്രാഫിക് കൊണ്ടുവരുന്നതിൽ അല്ല കഥ, ക്വാളിറ്റി ആൾക്കാർ കൊണ്ടുവരണം. അതെ അതെ ക്ലിയർ? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കുക അറിയാൻ പറ്റും ആവറേജ് എൻഗേജ്മെന്റ് ടൈം, ഓർഗാനിക് സോഷ്യൽ, റെഫറൽ, ഓർഗാനിക് വീഡിയോ, എല്ലാം ഓർഗാനിക്കിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യണത്. ഡയറക്റ്റ് 8 സെക്കൻഡ് ആണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ്, ഇതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ള സ്കില്ല് വേണ്ടത്. ഐഡിയ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? വെരി യൂസ്ഫുൾ, വെരി വെരി വെരി. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആണ്. അതാണ് അനാലിസിസിൽ മേൽ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ഡേറ്റയുമേയാണ്, അല്ലാണ്ട് വെറുതെ ഒരു ഫേക്കോ അസംഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ പക്ക ലൈവ്. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജ്. നമുക്ക് ട്രാക്ക് ചെയ്യാം, ട്രാൻസ്പാരന്റ് ആണ്, ട്രാക്ക് ചെയ്യാം. അതിനാണ് ഇങ്ങനത്തെ ടൂളുകളൊക്കെ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആവണുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ? ആർക്കെങ്കിലും ആക്സസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ഞാൻ ലൈവ് ആക്സസ് തരാം. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സമയം തരാം. ഞാൻ ജസ്റ്റ് ഓരോന്ന് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി അതൊന്ന് റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തേ. ഇനി അതിന്റെ ബാക്ക് എടുത്തേ, ബാക്കിലേക്ക് പോട്ടെ. ഓക്കെ, ഇനി അപ്പൊ ഇത് കണ്ട ഏറ്റവും മുകളിൽ റിപ്പോർട്ട് ഫസ്റ്റ് ലെഫ്റ്റിൽ ഏറ്റവും മുകളിൽ കണ്ട റിപ്പോർട്ട് സ്നാപ്ഷോട്ട് ആണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റകളാണ് അവർ ഈ സ്നാപ്ഷോട്ടിൽ കാണിക്കുന്നത്. ഇതിന് ഓരോ മേഖലയിലേക്കും ഡെപ്തിൽ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ആയോ? ആദ്യം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. റിപ്പോർട്ട് സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ അതിലാണ് ഈ വരുന്നത്. ഇനി ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്തിയേ. കണ്ട, ഇനി അടുത്തതാണ് കൺട്രി വൈസ്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വ്യൂ കൺട്രീസ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡ് വ്യൂ കൺട്രീസ്. അതിന്റെ താഴെ കണ്ട, അടുത്തത് താഴേക്ക് വ്യൂ കൺട്രീസ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ലാസ്റ്റ് 7 days ആണ്. നമുക്ക് മനസ്സിലായി ഇന്ത്യ, യുണൈറ്റഡ്, അവിടെ നോട്ട് സെറ്റ് കണ്ടോ? നോട്ട് സെറ്റ് ഫസ്റ്റ് 71 നോട്ട് സെറ്റ് കണ്ടോ? അതായത് അത് കൃത്യമായിട്ട് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതാണ് നോട്ട് സെറ്റ് എന്ന് കാണിക്കുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് ഏതൊക്കെ കൺട്രീസ് എന്നാണ് മനസ്സിലായി? ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമ്മള് ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, ഇപ്പൊ സാറിന്റെ ക്ലയന്റിന് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് UAE ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ അനലിറ്റിക്സ് കൊടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദ വിസിറ്റേഴ്സ് ആർ കമ്മിങ് ഫ്രം ഇന്ത്യ. വാട്ട് ഡസ് ഇറ്റ് മീൻ? നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഒന്നും മിസ്റ്റേക്ക് ഉണ്ട്. ക്ലിയർ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിംഗിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറയാം, സി വി ആർ ടാർഗറ്റിംഗ് UAE ബട്ട് മോസ്റ്റ് ഓഫ് ദ വിസിറ്റേഴ്സ് കെയിം ഫ്രം ഇന്ത്യ. നമുക്ക് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, വി നീഡ് ടു കറക്റ്റ് ഇറ്റ്. ബിക്കോസ് വെൻ വി അനലിറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പുവരുത്തണം നമ്മുടെ ട്രാഫിക് വരേണ്ടത് UAE എന്നാണ്. കാരണം വി ആർ ടാർഗറ്റിംഗ് UAE പീപ്പിൾ. അതാണ് അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. അതിന്റെ തൊട്ടു മുകളിൽ കണ്ടോ കൺട്രി എന്ന് കണ്ടോ? കൺട്രി, അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനി അറിയണം റീജിയൻ ആണ് അറിയേണ്ടത്. റീജിയൻ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? കേരളത്തിൽ നിന്ന് 41. അപ്പൊ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അത് വെച്ചിട്ട് റീജിയൻ വെച്ചിട്ട് അറിയാൻ പറ്റും. കേരളത്തിൽ 41, ദുബായ് 5, മഹാരാഷ്ട്ര, കർണാടക, അബുദാബി. ക്ലിയർ ആവുണ്ടോ? ഇത് കറക്റ്റ് സ്റ്റേറ്റ് റീജിയൻ വെച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ അത് വിസിറ്ററിനെ അവരെ ഡിവൈഡ് ചെയ്യാണ്. ദുബായ്, അബുദാബി, അജ്മാൻ. എക്സാക്ട്ലി. സാറ് നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് UAE പ്രധാനപ്പെട്ട ദുബായും അബുദാബിയും ഷാർജ ആണെന്ന് നിങ്ങളുടെ ടാർഗറ്റ് ചെയ്യുന്നത് ദുബായ് മാർക്കറ്റാണ്.
നിങ്ങളെ ഈ റീജിയൻ നോക്കി കഴിഞ്ഞപ്പോൾ മോസ്റ്റ് ഓഫ് ദ വിസിറ്റേഴ്സ് കെയിം ഫ്രം അബുദാബി. അതിന്റെ അർത്ഥം നിങ്ങളുടെ സ്ട്രാറ്റജി മാർക്കറ്റിംഗ് ഇസ് റോങ്. അതെ അത് നിങ്ങൾ അങ്ങോട്ട് പറയണം. ദേ ലുക്ക് അറ്റ് ദിസ് വൺ. എല്ലാവർക്കും മനസ്സിലാവണുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ തന്നെ ഇതെടുത്ത് നോക്കണം. നിങ്ങൾ വേറെ ഇപ്പൊ ഞാൻ പറയുന്ന ക്ലാസ് എല്ലാം കാണണ്ട. ഞാൻ കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് തരുന്നത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണല്ലോ. നിങ്ങളെ കാണുന്നതല്ല. ഇപ്പൊ സാർ നിങ്ങൾ ഇന്നലെ ഞാൻ പറയണത് നിങ്ങൾ കണ്ടു. കാണുന്നത് പോലെയല്ല നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ശരിയാണോ സാറേ? എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നിങ്ങൾ ലൈഫിൽ മറക്കില്ല. നിങ്ങളത് ഫീൽ ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഒരു ടൂള് കിട്ടുമ്പോൾ ഇവിടെ നോക്കാലോ കൺട്രി നോക്കാലോ, ഏതൊക്കെയാണ് ലൊക്കേഷൻ നോക്കാലോ, എത്ര യൂസർ വന്നു, എവറിത്തിങ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി മുകളിലേക്ക് പോട്ടെ. ഇനി ഒരു കാര്യം കൂടി താഴേക്ക് താത്തി. സോറി ഒന്ന് താഴേക്ക് താത്തി. അവിടെ കണ്ടോ ഒരു പയ്യ മുകളിലേക്ക് പോട്ടെ. പയ്യ ഒരു മതി. അവിടെ കണ്ടോ റോസ് പെർ പേജ് 10 എന്ന് കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്ത 10ന്റെ അവിടെ നിങ്ങൾക്ക് റോസ് വേണമെങ്കിൽ 50 കൊടുക്കാം. 50 കൊടുത്ത് അപ്പൊ നിങ്ങൾക്ക് എല്ലാരും ഏതൊക്കെയാണ് കുറെ കാണാൻ പറ്റും. താഴേക്ക് പയ്യ താഴേക്ക് താത്തിയേ. കണ്ടോ? ഓഹിയോ, കാലിഫോർണിയ, മസ്കറ്റ്. ഇൻട്രസ്റ്റിംഗ്. ഇത് റിയൽ ഡേറ്റയാണ്. പയ്യ മുകളിലേക്ക് പോട്ടെ. മുകളിൽ പോട്ടെ. ഇനി നിങ്ങൾ ഈ ഡേറ്റ എടുത്തു അല്ല, മുകളിൽ അതിന്റെ ചാർട്ട് കാര്യങ്ങളുണ്ട്. ടോട്ടൽ കേരള, ദുബായ് ഒക്കെ ഉണ്ട്. മുകളിൽ പോട്ടെ. ഇനി ഏറ്റവും ടോപ്പ് റൈറ്റിൽ കണ്ടോ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കാണിച്ചില്ല. ആ ഷെയർ കണ്ടോ? ഷെയർ ദിസ് റിപ്പോർട്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് എന്നിട്ട് കണ്ടോ ഡൗൺലോഡ് ഫയൽ എന്ന് കണ്ടോ? ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കണ്ടോ നിങ്ങൾക്ക് ഡൗൺലോഡ് PDF ഉണ്ട്. PDF ക്ലിക്ക് ചെയ്ത് വരും. വെയിറ്റ് ചെയ്യാം. മുകളിൽ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. കണ്ടോ PDF കിട്ടിയ ആ ഭാഗം മാത്രം കിട്ടിയോ? കിട്ടി. ഇത് നിങ്ങൾ അങ്ങോട്ട് ക്ലയന്റിന് അയച്ചു കൊടുക്കുക. ആരാണോ ചെയ്യുന്നത് അവർക്കാണ് അയച്ചു കൊടുക്കുക. മനസ്സിലായോ? ഈ റിപ്പോർട്ട് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വേണം മീറ്റിംഗിൽ ഇരിക്കാൻ. ശരിയാണോ ഞാൻ പറഞ്ഞേ? ഓക്കെ. ഇതാണ് കണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഏറ്റവും ടോപ്പ് റൈറ്റിൽ പ്രിന്റ് എടുക്കാം. പ്രിന്റ് എടുത്തിട്ട് മീറ്റിംഗിൽ ഇരിക്കുക. നമ്മൾ ക്യാമ്പയിൻ ചെയ്തു. നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ദുബായ്, അബുദാബിയാണ്. ലുക്ക് അറ്റ് ദിസ് റിപ്പോർട്ട്. വി ആർ ഗെറ്റിംഗ് വിസിറ്റർ ഫ്രം ഷാർജ. ദാറ്റ് മീൻസ് അവർ സ്ട്രാറ്റജി ഇസ് റോങ്. യു ആർ ടാർഗറ്റിംഗ് ദ റോങ് ഓഡിയൻസ്. Please change the strategy. We are not getting the business. We are not getting the clicks. We are not getting enquiry. കാരണം the reason is you are targeting the wrong audience. കാരണം നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ദുബായ് ആണ്. ബട്ട് we are getting visitor from other state, other region. Correct it. നമ്മൾ ഡേറ്റ സഹിതം റിപ്പോർട്ട് സഹിതം അയച്ചു കൊടുക്കണ്ടേ? ക്ലിയർ ആണോ? ഇൻട്രസ്റ്റിംഗ്. വീണ്ടും ഇപ്പൊ ആ ടാബ് ക്ലോസ് ചെയ്യും. ഇനി നിങ്ങൾ അവിടെ വീണ്ടും റിപ്പോർട്ട് സ്നാപ്ഷോട്ട് ക്ലിക്ക് ചെയ്യാം. ഗുഡ്. കാരണം നിങ്ങൾ തന്നെ അതിലൂടെ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തന്നെ അറിയാണ്ട് എക്സ്പെർട്ട് ആവാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഒന്നും കൂടി താഴേക്ക് താത്തി. അപ്പൊ കൺട്രി ക്ലിയർ ആയോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്ട് ആർ യുവർ ടോപ്പ് ക്യാമ്പയിൻസ്. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഓർഗാനിക് എന്നാണോ ഡയറക്റ്റ് എന്നാണോ നിങ്ങൾക്ക് മനസ്സിലായി. വീണ്ടും താഴേക്ക് വന്ന് ഇനി അവിടെ കണ്ട യൂസർ ആക്ടിവിറ്റി ബൈ കൊഹോർട്ട്. കൊഹോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചെയ്യുന്ന കുറച്ച് കാര്യത്തിനാണ് പറയുന്നത്. കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഫെബ്രുവരി അവിടെ കണ്ടോ യൂസർ ആക്ടിവിറ്റി ഏത് സമയം? ഫെബ്രുവരി വീക്ക് 0 ഉണ്ട്. ആദ്യത്തെ വീക്ക് അതന്നെ. അവിടെ ഫെബ്രുവരി 23 തൊട്ട് മാർച്ച് 1 വരെ 85 യൂസറാണ് വീക്ക് 1 വന്നിരിക്കുന്നത്. വീക്ക് 0 വരെ
അതിൽ 1 യൂസർ അടുത്തടുത്ത് അടുത്തത് കണ്ട, അതായത് മാർച്ച് തൊട്ട്, അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആദ്യത്തെ കണ്ട, അതായത് ആദ്യത്തെ ഗ്രൂപ്പ് കണ്ട വീക്ക് 0, ആദ്യത്തെ അതായത് സിമിലർ കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത്. വീക്ക് 1 ഉദ്ദേശിക്കുന്നത് വീക്ക് 2 യൂസർ 85 100% റിട്ടൻഷൻ. അതെല്ലാവരും 85% എന്ന് പറഞ്ഞാൽ 100% ആൾക്കാരും അവിടെ റിട്ടൻഷൻ ഉദ്ദേശിക്കുന്നത് ഒരുമിച്ച് എന്നിട്ട് പറയാം എല്ലാവരും ഒരു പേജിൽ വന്നു കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് റിട്ടൻഷൻ. ഇത് തൊട്ട് മുന്നേ കണ്ട ഹൗ ആർ യു ആക്റ്റീവ് യൂസർ ട്രെൻഡിങ്, ലെഫ്റ്റിൽ തൊട്ട് മുന്നത്തെ അത് കണ്ട, അവിടെ കണ്ട 30 days 642 പേര്, 7 days നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. 7 days 162, പിന്നെ എത്ര അടുത്തിട്ട് 1 day 12. ക്ലിയർ ആയോ? അതിൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് വിസിറ്റർ കുറവായിരുന്നു. ലാസ്റ്റ് 7 days, അതായത് ഒരു ഇന്നലത്തെ 12 വർഷമുള്ള 30 ദിവസം നമുക്ക് 642 വിസിറ്റർ വന്നിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു ദിവസം 20 വിസിറ്റർ വന്നു എന്നാണ് അർത്ഥം. 20 ആണോ? അതെ 20 അല്ലേ? ഏകദേശം 21 വിസിറ്റർ വന്നു. അതല്ല 30 days അർത്ഥം. 30 days 642 എന്ന് പറഞ്ഞാൽ 22. അതാണ് ആവറേജ് ഒരു ദിവസത്തെ ആവറേജ് എടുത്താല്. പക്ഷെ ഇന്നലെ നമുക്ക് വന്നത് കുറവാണ്. പക്ഷെ മന്ത്ലി ആവറേജ് നമുക്ക് 23 ഉണ്ട്. ശരിയാണോ? അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ഹൗ ആർ ആക്റ്റീവ് യൂസേഴ്സ് ട്രെൻഡിങ് എന്ന് കാണിക്കും. താഴേക്ക് വന്ന് ഇനി അടുത്തത് കണ്ടോ, ഈ ലെഫ്റ്റില് വ്യൂ പേജ് ടൈറ്റിൽ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ആ വ്യൂ പേജസ് ആൻഡ് സ്ക്രീൻസിൽ അത് ക്ലിക്ക് ചെയ്തേ. വ്യൂ പേജ് ആൻഡ് സ്ക്രീൻ. താഴേക്ക് താത്തേ കണ്ടോ? അതായത് ആദ്യത്തെ പേജ് എന്ന് പറയുന്ന വ്യൂ പേജസ് എന്നുണ്ടോ, അതിന് ഫസ്റ്റ് പേജിലേക്ക് വന്ന് അതിന്റെ ഹെഡിങ്ങിലേക്ക് അതല്ല പേജ് ടൈറ്റിൽ ആൻഡ് സ്ക്രീൻ ക്ലാസ് എന്നില്ലേ? അല്ലല്ല അവിടുത്തെ താഴേക്ക് തത്തിക്കോ. അവിടെ കിട്ടെ തൊട്ട് കുറച്ചുകൂടി മുകളിൽ പോട്ടെ. അവിടെ ഒന്നൊന്ന് കണ്ടോ, 1 അതിന്റെ മുകളിലേക്ക് മൗസ്, അതിന്റെ താഴെ 1 അല്ല തൊട്ട് താഴെ 1. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നേ, മൗസ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ്. ആ പേജിലേക്കാണ് ഏറ്റവും കൂടുതൽ വിസിറ്റർ വന്ന്. കോണ്ടാക്ടസ് പേജ് ഉണ്ടോ? അത് അടുത്താണ് കോണ്ടാക്ടസ് പേജ്. അതാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ വിസിറ്റർ വന്നത്. അടുത്തതാണ് ബുക്ക് യുവർ പേജ് എന്ന് പറയുന്നത്. ഇനി ഞാൻ മുകളിൽ പേജസ് ടൈറ്റിൽ ആൻഡ് സ്ക്രീൻ ക്ലാസ്സിൽ അത് ക്ലിക്ക് ചെയ്ത് പേജ് പാത്ത് ആൻഡ് സ്ക്രീൻ ക്ലാസ് എന്ന് പറഞ്ഞ പേജ് പാത്ത് ഓർത്തെ കണ്ടോ? ഇങ്ങനെ കൊടുത്താൽ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആദ്യത്തെ ഇങ്ങനെ സ്ലാഷ് കടത്തുന്നുണ്ടോ? അത് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോം പേജ്. ഓക്കെ. നിങ്ങൾ അടുത്ത ടാബ് എടുത്ത് മുകളില് പുതിയ ടാബ് എടുക്കുക. അതെ, എന്നിട്ട് ഇന്റർനെറ്റ് ട്രെയിനിങ് എടുത്ത് കണ്ട. ഈ ഹോം പേജ് വിസിറ്റ് ചെയ്തിരിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. അനലിറ്റിക്സിലേക്ക് വന്നേ. അതാണ് ആ ഫസ്റ്റ് കാണിക്കുന്നത്. അത് എത്ര പേര് വന്നിട്ടുണ്ട്? 177 പേര് നമ്മുടെ ആ പേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. മനസ്സിലായില്ല? മനസ്സിലായി. വെറും സ്ലാഷ് മാത്രാണോ? വെറും സ്ലാഷ് മാത്രം. വെരി ഗുഡ്. അതിന്റെ അർത്ഥം ആ ഹോം പേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ക്ലിയർ? ഇനി contact.php എന്നുണ്ടോ? അതാണ് അടുത്ത പേജ്. വീണ്ടും നമ്മുടെ സൈറ്റ് എടുത്ത് ആ കോണ്ടാക്ടസ് ക്ലിക്ക് ചെയ്തേ. ഗുഡ്. ഇനി മുകളിൽ URL നോക്കിയേ. contact.php എന്നുണ്ടോ? അതല്ല ആ സൈറ്റ് തന്നെ എടുക്കുക. മുകളിൽ കണ്ട contact.php എന്നുണ്ടോ? ഏറ്റവും മുകളിൽ വെബ്സൈറ്റിന്റെ URL നോക്കുക. അവിടെ കണ്ട contact.php. ഇനി ആ അനലിറ്റിക്സ് എടുത്തേ. നമ്മുടെ 25 പേര് അതിലേക്ക് വന്നിട്ടുണ്ട്.
ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ ഓക്കെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബിസിനസ് ഉണ്ട്. നിങ്ങളുടെ ബിസിനസിന്റെ ചിലപ്പോൾ ഏറ്റവും ഷോപ്പിംഗ് കാർഡ് എന്ന് പറഞ്ഞ പേജ് ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങളുടെ ടൂർ പാക്കേജ് അല്ലെങ്കിൽ ടൂർ പാക്കേജിന്റെ പേജ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ആ പേജിലായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ പേജിലേക്ക് എത്ര വിസിറ്റർ വന്നിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. സൈറ്റിലേക്കല്ല, സൈറ്റിന്റെ ഓരോ ഭാഗത്തും എത്ര വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ക്ലിയർ ആയോ? ഇല്ല. ഉണ്ട്. ഇപ്പം നമ്മൾ വെബ്സൈറ്റിൽ പേജ് ക്രിയേറ്റ് ചെയ്ത് ആ പേജ് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ഇടുമ്പം ആ പേജിൽ വിസിറ്റ് കുറവാണെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലേ? അതായത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കിടക്കുന്ന പേജിലേക്ക് വിസിറ്റർ വരുന്നില്ല. അപ്പൊ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. ക്ലിയർ ആയോ? അപ്പൊ അതാണ് പേജ് പാത്ത് ആൻഡ് സ്ക്രീൻ ക്ലാസ് എന്ന് പറയുന്നത്. അത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഇപ്പൊ ഹോം പേജിലേക്ക് വിസിറ്റർ വന്നു, 177 വിസിറ്റർ വന്നു, അതിൽ 139 ആക്റ്റീവ് യൂസർ ആണ്. വ്യൂസ് പെർ ആക്റ്റീവ് യൂസർ 121 കണ്ട 8 സെക്കൻഡ് ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് പേജിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട. ഇതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മോഡ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പേജ് കണ്ടോ, 51 സെക്കൻഡ് ഉണ്ട്. ശരിയല്ലേ? അതുപോലെ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന പേജ് കണ്ടോ, 1 മിനിറ്റ് ആണ് സ്പെൻഡ് ചെയ്യണേ. അഞ്ചാമത്തെ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ പേജിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ശരി, നിങ്ങൾ എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത്? നിങ്ങളുടെ ഇൻസൈറ്റ് എന്താ? നമുക്ക് അട്രാക്ഷൻ ഉള്ള കാര്യങ്ങൾ ആ പേജിൽ വെക്കണം. എക്സാക്ട്ലി, സൂപ്പർ. നമ്മുടെ ആ പേജ് നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി അട്രാക്ഷൻ കൂട്ടാം, കുറച്ചും കൂടി നിങ്ങൾ അതിനെ ഭംഗിയാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പേജിൽ നിന്ന് കുറേ കൂടി റിസൾട്ട് വരാൻ കാരണം കസ്റ്റമർ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള പേജ് അതാണ് എന്നാണ് അർത്ഥം. നമ്മൾ വെറുതെ നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും ഭംഗിയാക്കിയിരിക്കുന്ന പേജ് ഹോം പേജ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേജുകളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഈ പേജിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ പല പേജസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കസ്റ്റമറിന് ഏറ്റവും ഇഷ്ടം, ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന, അവർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും ഈ കോഴ്സ് പേജിലാണെന്നുള്ളവർക്ക് ക്ലാരിറ്റി കിട്ടാണ്. അതുപോലെ തന്നെ ഞാനൊരു സ്റ്റഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് UK എന്ന് പറഞ്ഞ പേജിന് അവിടെയും ആൾക്കാർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് 14 സെക്കൻഡ്. ഏതൊക്കെ കൺട്രീസിലാണെന്നുള്ളത് ക്ലിയർ ആയോ? ഇൻട്രസ്റ്റിംഗ്. അതാണ് നിങ്ങൾ ഡേറ്റകൾ അനലൈസ് ചെയ്തിട്ട് എടുക്കുന്ന ഡിസിഷൻസ് നിങ്ങൾക്ക് തെറ്റില്ല. ശരിയാണോ ഞാൻ പറയണേ? നിങ്ങൾ ഒരു ഡേറ്റ നിങ്ങൾ വെറുതെ പറയണതല്ല. നിങ്ങൾ കോണ്ടാക്ടേഴ്സ് പേജ് ഭംഗിയാക്കുന്നു പറയണതല്ല. നിങ്ങൾ ഡേറ്റ വെച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഡേറ്റ നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് എടുത്ത് പ്രിന്റ് ഔട്ട്. നിങ്ങൾക്ക് എങ്ങനെ റിപ്പോർട്ട് എടുക്കണമെന്ന് മനസ്സിലായി. ആ പർട്ടിക്കുലർ ഭാഗം എടുത്തിട്ട് ഇരിക്കതേ ഒരു വെബ്സൈറ്റുകാരൻ വരുമ്പോൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് പറയും, സി ഇതാണ് ഞങ്ങളുടെ ഗൂഗിൾ ആൻഡ് ലുക്ക് അറ്റ് ദ ഡേറ്റ, നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഡേ വൈസ് അതെടുക്കാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാൻ സാറിന്. എല്ലാ പേജിലും കാണുന്നത്. ഗുഡ്, എല്ലാ പേജ്. അതാണ് നിങ്ങളെ കൊണ്ട് പ്രാക്ടിക്കലി ചെയ്യിക്കാന്ന് പറയണത്. അല്ലാണ്ട് വെറുതെ നിങ്ങൾ അവിടെ ഇവിടെ ചെയ്യണ പോലെയല്ല. പ്രാക്ടിക്കലി ഈസ് ഡിഫറെന്റ്. ക്ലിയർ ആവണം? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നിങ്ങൾ ചെയ്യാണോ? അല്ലാണ്ട് വെറുതെ ഞാൻ തിയറി എന്നല്ല പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി ഒന്നും കൂടി ബാക്ക് എടുത്തേ. താഴേക്ക് താത്തി പയ്യെ. ഇപ്പൊ നിങ്ങള് വീണ്ടും ആ റിപ്പോർട്ട് സ്നാപ്ഷോട്ട് ക്ലിക്ക് ചെയ്ത് ഏറ്റവും ലെഫ്റ്റ് ടോപ്പില് റിപ്പോർട്ട് സ്നാപ്ഷോട്ട്. ഓക്കെ, ഇനി ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്തിയേ. റൈറ്റ് സൈഡ് താഴെ. ഇപ്പൊ സാറിന് അത് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ? ചെയ്യുന്നുണ്ട്. ഗുഡ്. താഴേക്ക് താത്തിക്കോ. കണ്ട. ഇനി ഇവന്റ് അടുത്തത് കണ്ടോ? ഇവന്റ് കൗണ്ട് ബൈ ഇവന്റ് നെയിം, പേജ് വ്യൂ, സെഷൻ സ്റ്റാർട്ട്, ഫസ്റ്റ് വിസിറ്റ്, യൂസർ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു 4 ഭാഗം കണ്ടോ?
വെരി ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇവന്റ് കൗണ്ട് ബൈ ഇവന്റ് നെയിം. ഇവന്റ് നെയിം എന്ന് പറയുന്നതാണ് പേജ് വ്യൂ. മനസ്സിലായോ? അതിന്റെ ഇവന്റ് കൗണ്ട്, നിങ്ങളെ പേര് അങ്ങനെയാണ് അതിനെ ഓർത്തിരിക്കേണ്ടത്. ഇവന്റ് നെയിം, ഇവന്റ് കൗണ്ട്. അതിന്റെ വ്യൂ ഇവന്റ് ക്ലിക്ക് ചെയ്തേ. ഇതല്ലേ? അല്ല, അതിന്റെ താഴെ വ്യൂ ഇവന്റ്സ്. വ്യൂ ഇവന്റ്സ്. ഓക്കെ, സോറി. നോ വറീസ്. നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ അങ്ങനെയാണ് ചെയ്ത് പഠിക്കുക. താഴേക്ക് താത്തി. എന്താണ് പേജ് വ്യൂ? പേജ് വ്യൂ എന്ന് പറഞ്ഞാല് എന്താ പേജ് വ്യൂ? നമുക്ക് 249ഓളം പേജ് വ്യൂ വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇല്ല, ഞാൻ പറയാം. പേജ് വ്യൂ 249. ശരിയാണോ? അവിടെ 249ന്റെ മുകളിലേക്ക് മൗസ് വന്നേ. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറം കണ്ടോ ടോട്ടൽ യൂസർ 162. തൊട്ടപ്പുറം മൗസ് അങ്ങോട്ട് പോട്ടെ. എവരി, അത് കഴിഞ്ഞിട്ട് കണ്ടോ എവരി കൗണ്ട് പെർ ആക്റ്റീവ് യൂസർ. ഇതിന്റെ അർത്ഥം 162 പേരാണ് യൂസർ വന്നത്. 162 ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു. ചിലവര് നമ്മുടെ വെബ്സൈറ്റ് 2 പേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ടോട്ടൽ പേജ് വ്യൂ 249 ആയേ. ചിലവര് വന്ന പേജ് മാത്രമേ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. ഐഡിയ കിട്ടിയോ? ടോട്ടൽ യൂസർ വന്നിരിക്കുന്നത് 162. അതിനകത്ത് 149 എന്ന് പറയുമ്പോൾ പേജ് വ്യൂ കൗണ്ട് ആണ് 249. സോറി, 249. യെസ്. അതെ, അതായത് 162 പേര് ചിലവര് 2 പേജ് വിസിറ്റ് ചെയ്തു. ക്ലിയർ ആയോ? അതാണ് അവിടെ കാണിക്കുന്ന ഇവന്റ് കൗണ്ട് പെർ ആക്റ്റീവ് യൂസർ എന്ന് പറയുന്നത്. 1.56 എന്ന് പറയണതാ. അതിന്റെ ആവറേജ് എടുത്തു. ആവറേജ് എന്ന് പറഞ്ഞാൽ 249 ഡിവൈഡ് ബൈ 162. അതിന്റെ ആവറേജ് എടുത്തപ്പോ 1.56 ആണ്. അതായത് ഒരാൾ 1.5 പേജ് വിസിറ്റ് ചെയ്യുന്നതാണ് കണക്ക്. അതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് പേജ് വ്യൂ കൂടുന്നത് നല്ലതാണോ അതോ മോശമാണോ? നല്ലതാണ്. നമ്മുടെ എന്തുകൊണ്ടാണ് പേജ് വ്യൂ കൂടാ? നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ഓഡിയൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർ പല പേജുകളും അവർ വിസിറ്റ് ചെയ്യാ. മനസ്സിലായോ? ഇല്ല, ഏകദേശം എല്ലാവർക്കും പിടുത്തം കിട്ടിയോ? ഗുഡ്. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇവന്റ്സിനെയും പേജ് വ്യൂ. നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ ഇപ്പൊ പ്രസന്ന സാർ ചെയ്യണമ്പോൾ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ പോവാണ് എല്ലാവരെ കൊണ്ടും. നിങ്ങൾക്ക് തന്നെ അതിൽ നോക്കി ചെയ്യാം. ഞാൻ നിങ്ങൾ ഇന്നലെ ഫുൾ ഗൂഗിൾ അനലിറ്റിക്സും സ്കോപ്പും കണക്ഷനും എങ്ങനെയാന്നൊക്കെ പഠിപ്പിച്ച് എങ്ങനെയൊക്കെ യൂസർ ആയത് വെച്ച് നിങ്ങൾ തന്നെ എങ്ങനെ സെറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ റിയൽ ഡേറ്റയാണ് പഠിക്കുന്നത്. ഇനി സെഷൻ സ്റ്റാർട്ട് എന്നുണ്ട്. സെഷൻ സ്റ്റാർട്ട് രണ്ടാമത്തെ 186. അവിടെ യൂസർ 162 ആണ്. എന്താണ് സെഷൻ? സെഷൻ എന്ന് പറഞ്ഞാൽ സാർ ഇന്ന് വെബ്സൈറ്റ് രാവിലെ വിസിറ്റ് ചെയ്തു. എൻ്റെ വെബ്സൈറ്റ് രാവിലെ വിസിറ്റ് ചെയ്തു. അപ്പോ ഒരു യൂസറും ഒരു സെഷനുമായി. ക്ലിയർ ആയോ? സാർ ഉച്ച കഴിഞ്ഞ് വീണ്ടും എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു. അപ്പോഴും യൂസർ സെയിം തന്നെ, സെയിം ആണല്ലോ. പക്ഷെ സെഷൻ 2 ആയി. ക്ലിയർ ആയോ? സെഷൻ ഡിഫറെന്റ് ടൈമിങ്ങിൽ വരുന്നത് അല്ലേ? സെയിം യൂസർ. ഒരു യൂസർ ഇന്ന് രാവിലെ വന്നു, അപ്പൊ ഒരു സെഷനായി. വീണ്ടും ആ സെയിം യൂസർ ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ യൂസർ സെയിം തന്നെയാ. രണ്ടാം സെഷനായി. ഒരു യൂസർ വൈകിട്ട് വന്നപ്പോൾ വീണ്ടും യൂസർ സെയിം ആണ്, പക്ഷെ 3 സെഷൻ ക്രിയേറ്റ് ചെയ്തു. റിപ്പീറ്റ് കസ്റ്റമർ. റിപ്പീറ്റ് കസ്റ്റമറാണ്. പിന്നെ അതിന്റെ ഇപ്പൊ നമ്മൾ ഒരാൾ ഒരു സൈറ്റിൽ വന്നു. സൈറ്റിൽ വന്നിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സെഷൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുകയും ചെയ്യും. 30 മിനിറ്റ്സ് ആണ് ഡിഫോൾട്ട് ഒരു സെഷന്റെ ടൈം. 30 മിനിറ്റ്സ്. ക്ലിയർ ആയല്ലോ? ഇനി 153
ഫസ്റ്റ് വിസിറ്റ് ഉണ്ട് കണ്ട 153 ഫസ്റ്റ് വിസിറ്റ്, അവർ ഫസ്റ്റ് ടൈം വന്നതാ. 153 യൂസർ ഫസ്റ്റ് ടൈം വന്നതാ. 11 പേരാണ് പുതിയത് വന്നത്. ക്ലിയർ? യൂസർ എൻഗേജ്മെന്റ് കണ്ടോ, 103 പേരാണ്, അതായത് 103 എൻഗേജ്മെന്റ് പേര് ചെയ്തു. 57 പേരാണ് നമ്മുടെ എൻഗേജ് ചെയ്ത്. എൻഗേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മുടെ സൈറ്റിൽ ചെയ്ത് ക്ലിക്ക് ചെയ്യുകയോ പിടിക്കുകയൊക്കെ ചെയ്ത്, അതാണ്. 57 പേര്. 57 പേരാണ് നമ്മുടെ സൈറ്റിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത്. അവര് 103 ഇവന്റുകൾ ചെയ്തു എന്നാണ് അർത്ഥം. അവരെന്തെങ്കിലും ഒരാളെ ചിലപ്പോൾ 1-2 ക്ലിക്കുകളൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് യൂസർ എൻഗേജ്മെന്റ്. അത് കൂടണം, അത് കൂടുന്നതാണ് നല്ലത്. ഇതിപ്പോ ഏകദേശം ഡബിൾ ആയിട്ടുള്ളല്ലോ. അതെ അതെ, 2 ക്ലിക്ക് ഒരാൾ വെച്ച് ക്ലിക്ക് എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടാകും, വേറെ പേജിലേക്ക് പോ, സ്ക്രോൾ ചെയ്യുക, അങ്ങനത്തെ പല കാര്യങ്ങൾ. ഇവൻ സ്ക്രോളും വരുമോ? സ്ക്രോളും വരാം. ഓക്കെ. എൻഗേജിങ് താഴാണ്, അവരെ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ്, അതാണ് ഓരോ ആക്ഷൻസ് എന്ന് പറയാം. ഓക്കെ. കുറച്ചൊരു ഐഡിയ കിട്ടിയോ? കിട്ടി. ഇതാണ് ഇവന്റ്സ് എന്ന് കിട്ടിയോ? ഇപ്പൊ നിങ്ങൾ വെറുതെ ഒരു കാര്യമില്ല, എല്ലാ ഭാഗവും നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഒന്നും കൂടി മോളി ഇത് പോട്ടെ. ഇനി സ്ക്രീനിന്റെ ലെഫ്റ്റില് ടോപ്പിലേക്ക് പോയി. റിപ്പോർട്ട് സ്നാപ്പ്. അത്യാവശ്യം ഐഡിയ കിട്ടിയല്ലോ. ഇപ്പൊ കണ്ടോ, ആക്റ്റീവ് യൂസർ ഇൻ ലാസ്റ്റ് 20 minutes 2 പേരെന്ന് കാണിക്കുന്നുണ്ടോ റൈറ്റ് സൈഡില്? അതായത് നിങ്ങൾ ഇപ്പൊ എന്റെ ഒരു സൈറ്റ് എടുത്തു, അതാണ് ആക്റ്റീവ് യൂസർ. എല്ലാവരും ഇന്റർനെറ്റ് ലേഡ്സ് ട്രെയിനിങ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ പ്ലീസ്? അവിടെ ആക്റ്റീവ് യൂസർക്ക് മാറണം കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ സൈറ്റിൽ എത്ര പേര് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അല്ല, നിങ്ങൾ അനലിറ്റിക്സിന് എടുക്കാം. ഇനി അവിടെ വ്യൂ റിയൽ ടൈം എന്നുണ്ടോ? അത് ക്ലിക്ക് ചെയ്തതിന് താഴെ വ്യൂ റിയൽ ടൈം ക്ലിക്ക് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഇവിടെ അറിയാം. കണ്ടോ, ആക്റ്റീവ് യൂസർ ഇൻ ലാസ്റ്റ് 30 minutes 2 ആണ്. ആക്റ്റീവ് യൂസർ ഇൻ ലാസ്റ്റ് 5 minutes ഇപ്പൊ 1 ആണ്. അത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ എല്ലാവരും ഓപ്പൺ ചെയ്യുമ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കണ കാണിച്ചു തരാം. അവിടെ കണ്ട 30 minutes, അവിടെ താഴെ ചാപ്റ്റർ കണ്ട 30 minutes. അവിടെ ശരിക്കും 30 minutes ഒന്നുമില്ല, 25 minutes ഇല്ല, 20 minutes ഇല്ല, 15 minutes കാണിക്കുന്നത്. 10 minutes ആണ്. ഇപ്പൊ 1 minute ഉള്ളവരാണ് ഇപ്പൊ കാണിക്കുന്നത്. കണ്ട, ഇപ്പൊ കുറച്ച് പേര് നമ്മുടെ സൈറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്, അതാണ് 1 minute. കണ്ടോ, അത് 2 ആയോ? 2 പേരായി. ആൾക്കാർ ഉപയോഗിക്കാൻ അനുസരിച്ച് കൂടും, പയ്യെ ട്രാക്ക് കാണിക്കുക. അതാണ് റിയൽ നമ്മുടെ സൈറ്റിൽ ഇപ്പൊ എത്ര പേരുണ്ടെന്ന് അറിയാം. ഇൻട്രസ്റ്റിംഗ്. അത് പയ്യെ കൂടും. എല്ലാവരും എടുക്കുന്ന, എല്ലാവരും ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞ സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മാറണം കാണാൻ പറ്റും. ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയേ. ഇവിടെ നമുക്ക് എന്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടല്ലേ? അത് തന്നെ. അതിന്റെ താഴെ കണ്ടോ, തൊട്ട് താഴേക്ക് താത്തി കണ്ടോ, ആക്റ്റീവ് യൂസർ ഗൂഗിൾ വഴി വന്നു. ഇവർ പലവരും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ടായിരിക്കും ക്ലിക്ക് ചെയ്തേക്കണേ. മനസ്സിലായോ? വ്യൂ പേജ് ടൈറ്റിൽ കണ്ടോ, ആ വ്യൂ പേജ് മൂന്നാമത്തെ ഏറ്റവും റൈറ്റ് സൈഡ് ഏത് പേജിലാണ് ആൾക്കാർ വിസിറ്റ് ചെയ്യണേ? കണ്ടോ, മുകളിൽ വിസിറ്റർ കൂടാണ്. ആ ഹോം പേജ് കണ്ടോ, ആ വ്യൂ പേജ് ബൈ ടൈറ്റിൽ സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് അത് ക്ലിക്ക് ചെയ്യാൻ പറ്റോ? തൊട്ട് മുകളിൽ, ഏറ്റവും മുകളിൽ, അതിന്റെ അവിടെ തന്നെ, അതിന്റെ മുകളിൽ, അവിടെ അത് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി മുകളിലേക്ക് പോട്ടെ. 4 മുകളിൽ പോട്ടെ. കണ്ടോ, ആക്റ്റീവ് യൂസർ ഇൻ ലാസ്റ്റ് 5 minutes 4. ഇൻട്രസ്റ്റിംഗ്. അവിടെ ഇവന്റ് കൗണ്ടിലും ചേഞ്ച് വരുമോ? ഇവന്റ് കൗണ്ടിൽ എന്തെങ്കിലും ഇവന്റുകൾ ചെയ്യുമ്പോഴാണ് അവിടെ ഇവന്റ് കൗണ്ടിൽ വരും, സെഷൻസ് വരും, അവിടെ മാറും. സെഷൻസിൽ വരും. പിന്നെ 100%. ഫസ്റ്റ് പേജിലും ഫസ്റ്റ് പേജിലും 100%.
ഇതിപ്പോ ലൈവ് എത്രയുണ്ടെന്ന് കാണിക്കാണ്. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ക്ലയന്റുകളുടെയും നിങ്ങളുടെയും പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെ നമ്മൾ പോണം, കിട്ടുന്നുണ്ടോ, വിസിറ്റർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കുറച്ചൊരു ഐഡിയ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ക്രിസ്റ്റലാണോ? ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? ഇനി സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? പ്ലീസ് പ്ലീസ്. വിഷ്ണുപ്രിയാണ് സാർ. ചോദിച്ചോളൂ വിഷ്ണുപ്രിയ പ്ലീസ്. ഇതിന്റെ ആക്സസ് സാറ് ഇപ്പൊ തന്നെ റിമൂവ് ചെയ്യോ? ഞാൻ നിങ്ങൾ പേടിക്കേണ്ട. വീട്ടിലെത്തിയിട്ട് നിങ്ങൾ പഠിച്ച എക്സ്പെക്ട് ആവുന്നത് വരെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ. ഓക്കെ, ഇതിപ്പോ നമ്മളിപ്പം വെബ്സൈറ്റ് ഉണ്ടാക്കിയത് വേറെ ആളാണ്. അപ്പം ഞാനിപ്പോ നാളെ ഓഫീസിൽ പോയിട്ട് അവരോട് ഇത് പറഞ്ഞ് ആ ഷീറ്റ് അവരോട് വാങ്ങിയിട്ട് അവരോട് പറയണം. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, വിഷ്ണുപ്രിയ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഡെഫിനറ്റ്ലി വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ ആൾക്കാരായിരിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തേക്കുന്നവരെ. അപ്പൊ നിങ്ങൾ വിഷ്ണുപ്രിയ എന്താ ചെയ്യണം എന്ന് വെച്ചാല്, നാളെ ചെന്നിട്ട് പറയണം, എനിക്ക് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിൽ എന്നെ യൂസറായിട്ട് ആഡ് ചെയ്യാൻ പറയാം. ഓക്കെ, നിങ്ങളെ യൂസറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ക്രീനിന്റെ ലെഫ്റ്റിലേക്ക് ഒന്ന് പോയേ, പ്രസന്ന സാറ് ലെഫ്റ്റ് ടോപ്പിൽ പോയേ, ഓൾ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്തേ. ഒരു വെയിറ്റ് ഇങ്ങനെ കിട്ടും. നിങ്ങളെ യൂസറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ 3 അനലിറ്റിക്സ് അക്കൗണ്ട് കാണിക്കേണ്ട. ഒന്ന് ഇന്റർനെറ്റ് ട്രെയിനിങ്, 2 ആളുടെ അക്കൗണ്ട്, 3ാമത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ട് അവിടെ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതുപോലെ വ്യൂ കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇത്രയൊക്കെയാണ് ഇവിടുന്നൊക്കെയാണ് വന്നിനിന്ന് അപ്പൊ സാറിനോട് പറയാനൊക്കെ. എക്സാക്ട്ലി. നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. അതാണ് ഞാൻ ശേഖരൻ കാണിച്ചത്. നിങ്ങൾ റിപ്പോർട്ട് എടുത്ത് അനലൈസ് ചെയ്യണം. മൺഡേ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം സാറ്റർഡേ എടുത്തു വെച്ചാല് നോക്കിയിട്ട് തിങ്കളാഴ്ച സാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊരു 1 മന്തിന് റിപ്പോർട്ട് എടുക്കാതെ ഇത് എങ്ങനെയാണ് വിസിറ്റ് വന്നേക്കുന്നത്, ഇതാണെന്ന് പറഞ്ഞിട്ട്. എക്സാക്ട്ലി അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് സാറ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങൾ അതിനകത്ത് ക്ലാസ് വന്നിട്ട് പറയണം. അത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. പ്രസിഡന്റ് സാറിന് സാറ്റർഡേ മീറ്റിംഗ് ഉണ്ട്, ആളെ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യണം. അങ്ങനെയാണ്, അതിനുവേണ്ടിയാണ് നിങ്ങൾ പഠിക്കണം. ഈ ഡേറ്റ എടുത്ത് നല്ല വിഷ്വലൈസേഷൻ ഉണ്ടാക്കുന്ന എക്സലും പവർ ബി നമ്മൾ പഠിക്കും. ചിലവർ പഠിച്ചവരുണ്ട് ഇതില്. അതാണ് നമ്മൾ ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി പഠിച്ചവർ കുറെ പേരുണ്ട്, അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ സുൽഫി എന്ന് പറഞ്ഞ ആൾ അതിനെ കുറിച്ച് ചോദിച്ചത്. നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നൊക്കെ ചോദിച്ചത് അവർ. അതുകൊണ്ടാണ് നിങ്ങളത് പഠിക്കും. നിങ്ങളത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ട് അത് പറ്റും. വേറെ ലെവലിൽ ചെയ്യുന്ന കാണിച്ചത്. അതാണ് ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മൾ ഡേറ്റ എടുത്തിട്ടാണ് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നത്. അതാണ് ഡേറ്റ ഡ്രിവൺ. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റില്ല. ശരിയല്ലേ? ഇനി വീണ്ടും ബാക്കിലേക്ക് വരാം. പുറത്ത് ക്ലിക്ക് ചെയ്തോ, അവിടെ ക്ലിക്ക് ചെയ്യാതെ. ഇങ്ങനെ എടുക്കുമ്പോൾ ഡിസിഷൻ തെറ്റില്ല. മറ്റു നിങ്ങളായോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസിഷൻസ് തെറ്റില്ല ഇവിടെ. വെരി ഗുഡ്. നിങ്ങളത് ചെയ്യാം കേട്ടോ. ഗുഡ്. സ്ക്രീനിന്റെ ലെഫ്റ്റില് റിപ്പോർട്ട് സ്നാപ്ഷോട്ട് ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം ചെയ്യാൻ തരാം. നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യണം. ഇപ്പൊ കാരണം പ്രസന്ന സാർ ഇപ്പൊ ചെയ്യണോണ്ട് ആൾക്ക് നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് കിട്ടും. ആൾക്ക് നല്ല കോൺസെപ്റ്റ് ആണ്. എവിടാ എന്നുള്ളത് പെട്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കുറച്ച് പ്രാവശ്യം ചെയ്യണം. ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നിങ്ങൾ വെറുതെ തിയറി ഒക്കെ പഠിച്ചിട്ട് പോണ കാലഘട്ടം പോയി. നിങ്ങൾക്ക് സ്കില്ല് വേണം. സ്കില്ല് വേണമെങ്കിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, പഠിക്കണം, അപ്ലൈ ചെയ്യണം. അതാണ് നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഞാൻ പലവരും കാണാറുണ്ട്, പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിൻ വെറുതെ കുറച്ച് റെക്കോർഡ് കൊടുത്ത് അതല്ല ട്രെയിനിങ്. ഇത് നിങ്ങളെ കൊണ്ട് ആഡ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ചെയ്യും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടാണ്. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാണ് ഇതിനെ കുറിച്ച്. ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയാണ്. ഓക്കെ. ഇനി വീണ്ടും അപ്പൊ അവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ റിപ്പോർട്ട് സ്നാപ്ഷോട്ട് എന്ന് കണ്ടില്ലേ? ഇനി അതിന്റെ തൊട്ട് താഴെ റിയൽ ടൈം ഓവർവ്യൂ ഉണ്ട്. ഈ റിയൽ ടൈം ഓവർവ്യൂ എന്ന് പറയുന്നതും വീണ്ടും മുകളിൽ റിപ്പോർട്ട് സ്നാപ്ഷോട്ട് ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ വ്യൂ റിയൽ ടൈം കണ്ടോ? റൈറ്റ് സൈഡ് കണ്ടോ വ്യൂ റിയൽ ടൈം? അവിടെ ക്ലിക്ക് ചെയ്ത് അതും ഒക്കെ പോകുന്നത് അവിടേക്ക് തന്നെയാണ്. കണ്ടോ? ക്ലിയർ ആയോ?
മനസ്സിലായോ? ഇനി വീണ്ടും റിപ്പോർട്ട് സ്നാപ്ഷോട്ട് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ടോപ്പില്. ഗുഡ്. നമുക്ക് ഈ പേജിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളോട് എടുത്ത് മാറ്റാം. നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഈ റിപ്പോർട്ട്, ഈ ഡാഷ്ബോർഡിലുള്ള പല സാധനങ്ങൾ ആവശ്യമില്ലാത്ത വേണമെങ്കിൽ മാറ്റാം. അതാണ് നിങ്ങളെ ടോപ്പ് റൈറ്റിൽ കണ്ടോ, അവിടെ ഒരു കസ്റ്റമൈസർ ഓപ്ഷൻ കാണാൻ പറ്റും. ടോപ്പ് റൈറ്റിൽ കണ്ടോ? അതിന് മുന്നേ ഒരു സെക്കൻഡ് അത് ഈ പേജിലല്ല. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റാം. ഞാൻ ആ ഇൻസൈറ്റിനുള്ളത് കാണിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇനി ലെഫ്റ്റ് സൈഡിൽ റിയൽ ടൈം ഓവർവ്യൂ ഉണ്ട്. റിയൽ ടൈം ഓവർവ്യൂ അത് നിങ്ങൾക്ക് മനസ്സിലായി, അത് ഇത് സെയിം ആണെന്ന് മനസ്സിലായി. ഇനി റിയൽ ടൈം പേജസ് എടുത്ത് റിയൽ ടൈം ലെഫ്റ്റിൽ റിയൽ ടൈം പേജസ് കണ്ടോ? നമ്മൾ താഴെ കണ്ട ഏതൊക്കെ പേജ് ഞാൻ നിങ്ങൾ ഓൾറെഡി കാണിച്ചു തന്നു. താഴെ കണ്ട റിയൽ ടൈം പേജസ് ഇതറിയാലോ? ക്ലിയർ അല്ലേ? മോളിൽ പോട്ടെ. ഇനി അവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ട അക്വിസിഷൻ ഉണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ഓവർവ്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേറെ കുറെ കണ്ട ഇത് നിങ്ങൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ്. പയ്യെ താഴേക്ക് താത്തി, റൈറ്റ് സൈഡ് താഴേക്ക് താത്ത കണ്ട. ഡയറക്റ്റ് സെർച്ച് ഉണ്ട്, സെഷൻസ് ഉണ്ട്. താഴേക്ക് താത്തി റൈറ്റ് സൈഡിൽ കണ്ടോ? സെഷൻസ് ബൈ മെയിൻ സോഴ്സ് എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് കാണിച്ചിരിക്കുന്നത് കാണിക്കും. താഴേക്ക് താത്തി അത്രേ ഉള്ളൂ. ഇനി വീണ്ടും യൂസർ അക്വിസിഷൻ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ? താഴേക്ക് താത്ത ഓരോ ഭാഗങ്ങളും ഓരോന്നോരോ സെപ്പറേറ്റ് കാണിച്ചു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇതൊക്കെ തുടക്കത്തെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അതിനെ അവർ ഓരോ സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ്. ഈ ട്രാഫിക് അക്വിസിഷൻ കാണിച്ച് ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് താത്തിക്കോ. സെയിം തന്നെ ഇൻഫോർമേഷൻസ് ആണ്. ഇനി അതിന്റെ താഴെ കണ്ട എൻഗേജ്മെന്റ് ഉണ്ട്. എൻഗേജ്മെന്റ് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റില് എൻഗേജ്മെന്റ്, ലെഫ്റ്റ് സൈഡ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ ഏരിയ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓവർവ്യൂ എടുത്ത് കണ്ട എത്ര 14 സെക്കൻഡ് ആണ് ആവറേജ് എൻഗേജ്ഡ് സെഷൻ പെർ ആക്റ്റീവ് യൂസർ. ആക്റ്റീവ് യൂസർ ഇൻ ലാസ്റ്റ് 30 മിനിറ്റ്സ്. റൈറ്റ് സൈഡിൽ കണ്ട പേജസ്, വ്യൂ റിയൽ ടൈം. താഴേക്ക് താഴത്തെ വ്യൂസ് കണ്ടോ? ഈ വ്യൂസ്, ഇവൻ കൗണ്ട്. റൈറ്റ് സൈഡിൽ കണ്ട പേജ് വ്യൂ. ഇവ നമ്മൾ കാണിച്ചത് ഞാൻ നേരത്തെ ഓൾറെഡി. ആ തുടക്കത്തെ റിപ്പോർട്ട് സ്നാപ്ഷോട്ട് ഉണ്ടല്ലോ, അതിലെല്ലാ ഭാഗങ്ങളും ഉണ്ട്. പിന്നെ അതിനെ ഓരോ സെപ്പറേറ്റ് ആക്കുന്നതാണ്. ക്ലിയർ ആണോ? ഇനി എൻഗേജ്മെന്റ് താഴെ കണ്ട പേജസ് ആൻഡ് സ്ക്രീൻസ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റില് പേജസ് ആൻഡ് സ്ക്രീൻസ്. ഇവൻ നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. ഇതൊക്കെ തുടക്കം തന്നെ പല ഭാഗത്തെ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ ഓരോ സെപ്പറേറ്റ് ഭാഗത്തേക്ക് നമ്മൾ കാണിക്കുന്നതാണ്. താഴേക്ക് താത്ത ഇത് ഞാൻ നിങ്ങൾ ഓൾറെഡി കാണിച്ചു തന്നു. ശരിയല്ലേ? ഇത് റിപ്പോർട്ട് സ്നാപ്ഷോട്ടിനകത്ത് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഡിഫോൾട്ട് സെറ്റ്. നമുക്ക് നമ്മുടെ സൈറ്റിൽ പ്രധാനപ്പെട്ട ഡാഷ്ബോർഡിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് നമുക്ക് കാണണ്ടേന്നുള്ള നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കണം. ചിലപ്പോൾ അതിലെ ചില ഭാഗങ്ങൾ നമുക്ക് മാറ്റാൻ, വേറെ പുതിയ നമുക്ക് ആവശ്യമുള്ള മാത്രം കൊണ്ടുവയ്ക്കുക അവിടെ. ഓക്കെ. ഇനി താഴേക്ക് താത്തിയ ലെഫ്റ്റ് സൈഡ് താഴേക്ക് താത്ത. ലെഫ്റ്റ് അല്ല, അവിടെ താഴേക്ക് താത്ത. അവിടെ യൂസർ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. താഴെ ഏറ്റവും അടിയിൽ യൂസർ ആട്രിബ്യൂട്ട് ക്ലിക്ക് ചെയ്താ ഓവർവ്യൂ എടുത്തേ കണ്ടോ? ഇത് നമുക്കറിയുന്നതാണ്. കൺട്രി കാര്യങ്ങൾ താഴേക്ക് താത്തേ പയ്യെ. സിറ്റി കണ്ടു നമ്മള് കണ്ടോ? ആക്റ്റീവ് യൂസർ ബൈ സിറ്റി. ആക്റ്റീവ് യൂസർ ബൈ സിറ്റിയോടെ ക്ലിക്ക് ചെയ്തേ. അതിന് മുന്നേ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾക്ക് ന്യൂ യൂസർ കൊടുക്കാം, റിട്ടേണിംഗ് യൂസർ കൊടുക്കാം. ക്ലിയർ? ഇനി വീണ്ടും ലെഫ്റ്റ് സൈഡ് താഴേക്ക് താത്തി ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് കൊടുത്തേ. താഴേക്ക് താത്തി കണ്ട കൺട്രി സൈസ് ഉണ്ട്. ഇനി മുകളിൽ കൺട്രി അവിടെ ക്ലിക്ക് ചെയ്തോ. റീജിയൻ അതൊക്കെ സെലക്ട് ചെയ്യുക. സിറ്റി, ലാംഗ്വേജ്. ക്ലിയർ? ഇനി വീണ്ടും ലെഫ്റ്റ് സൈഡ് താഴേക്ക് താത്തിയ ടെക്ക് ക്ലിക്ക് ചെയ്ത ടെക്ക് ഇന്നലെ കാണിച്ചു. താഴേക്ക് താത്ത്. വെരി ഗുഡ്. ഓവർവ്യൂ എടുത്തേ കണ്ടോ? നിങ്ങൾക്ക് ആക്റ്റീവ് യൂസർ കാണാം. താഴേക്ക് താത്തിയേ
കണ്ടോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ്രോയിഡ്, വിൻഡോസ്. റൈറ്റ് സൈഡ് കണ്ടോ, വെബ്, ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിന് എത്ര വന്നു, മൊബൈലിന് എത്ര വന്നു. താഴേക്ക് താത്തേ, ബ്രൗസർ കണ്ടോ, ക്രോം, സഫാരി. നിങ്ങളിപ്പോ ഇതെല്ലാം ചെക്ക് ചെയ്യണം, നമ്മുടെ ക്രോമിൽ കൃത്യമായിട്ട് വരുന്നുണ്ടോ, ബ്രൗസർ ഏത് ബ്രൗസറിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതേപോലെ റൈറ്റ് സൈഡിൽ കണ്ടോ, ഡെസ്ക്ടോപ്പിന് ഇത്ര, മൊബൈലിന് ഇത്ര. നമ്മുടെ മൊബൈലിൽ നമുക്ക് 40, അതായത് 40% വിസിറ്റേഴ്സ് ആർ കമ്മിങ് ഫ്രം മൊബൈൽ. അപ്പൊ നമ്മുടെ മൊബൈൽ സൈറ്റ് ഫ്രണ്ടിലായിരിക്കണം സൈറ്റ്. ക്ലിയർ? നിങ്ങളുടെ ഓഡിയൻസ് നോക്കുമ്പോൾ, നിങ്ങളെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ചിലവരെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മളൊരു യൂത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക, അബ്സല്യൂട്ട്ലി യൂത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഡിവൈസസ് കാട്ടുന്നത് 75% ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ സൈറ്റ് മൊബൈൽ ഫ്രണ്ടിലേക്ക് ഉണ്ടാക്കണം. ഐഡിയ കിട്ടിയോ? ഇത് റൈറ്റ് സൈഡ് താഴേക്ക് താത്തി കണ്ട സ്ക്രീൻ റെസൊല്യൂഷൻ. ആ സ്ക്രീൻ റെസൊല്യൂഷനിലാണ് 1024 to 768 അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പൊ നമ്മുടെ ആ സ്ക്രീൻ റെസൊല്യൂഷനിൽ നമ്മുടെ സൈറ്റ് കൃത്യമാണോ അല്ലെ നമുക്ക് ചെക്ക് ചെയ്യണം. ഈ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ അത് വെബ്സൈറ്റിന്റെ അല്ല, നമ്മുടെ ഇപ്പൊ ഡെസ്ക്ടോപ്പിന്റെ റെസൊല്യൂഷൻ ഉണ്ടല്ലോ, സ്ക്രീനിന്റെ സൈസ്. ലാപ്ടോപ്പിന്റെ വേറെ. സ്ക്രീനിന്റെ വിഡ്ത് ഹൈറ്റ് ഉണ്ടല്ലോ. മീൻസ് അത് ഹോം പേജിന്റെ ആയിരിക്കും അല്ലേ? അല്ലല്ല, വെബ്സൈറ്റിന്റെ അല്ല, നമ്മുടെ ഡിവൈസിന്റെ. അല്ല, അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ഇതാക്കണ്ടേ, ചേഞ്ച് ചെയ്യും? അങ്ങനെയല്ല സാറേ. സാറ് വെബ്സൈറ്റ് കാണുന്നത് ടാബ്ലറ്റ് വഴിയാന്ന് വിചാരിക്കുക. അപ്പൊ അത് ചിലപ്പോൾ 391 871 ആ സൈസിലായിരിക്കും വരാ. വലിയ ലാപ്ടോപ്പ് ഉണ്ടാവും, അപ്പൊ അതിന്റെ സൈസ് ചിലപ്പോൾ വലുതായിരിക്കും. അപ്പൊ സാറിന്റെ ഡിവൈസ് ഏത് റെസൊല്യൂഷനുള്ള ഡിവൈസ് വെച്ചിട്ടാണ് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തതെന്നാണ്. ക്ലിയർ ആയോ? ഇപ്പൊ എല്ലാവരും നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റി, നമ്മുടെ വെബ്സൈറ്റ് 99% ആൾക്കാരും ലാപ്ടോപ്പ് വഴിയെ കണ്ടക്കണമെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പൊ നമുക്ക് ആ റെസൊല്യൂഷനിൽ നമ്മുടെ സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ റെസൊല്യൂഷനിൽ ഭംഗിയാക്കുന്ന രീതിയിൽ വേണ്ടി ഡിസൈൻ ചെയ്തിടാം. ആ റെസൊല്യൂഷനിൽ എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി. ആർക്കെങ്കിലും മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. ഗുഡ്. ഇതില്ല. ഇനി ആ ടെക്കിന്റെ താഴെ ടെക് ഡീറ്റെയിൽസ് എടുത്ത് താഴേക്ക് താഴത്തെ. വെരി ഗുഡ്. കണ്ട, ക്രോം, സഫാരി കിട്ടി. ഇനി സ്ക്രീനിന്റെ ലെഫ്റ്റില് അഡ്മിൻ എന്നുണ്ട്. അഡ്മിൻ ലെഫ്റ്റില് ആ ഒരു സെറ്റിങ്സ് ഉണ്ടോ, ലെഫ്റ്റ് ഏറ്റടില്ലേ, ലെഫ്റ്റ് അതിനകത്താണ് അഡ്മിൻ. അത് തന്നെ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾക്ക് കണ്ട അക്കൗണ്ട് പ്രോപ്പർട്ടി ഇതൊക്കെ കാണും. നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ യൂസർ ആഡ് ചെയ്യാം. അതാണ് അക്കൗണ്ട് ആൻഡ് ആക്സസ് മാനേജ്മെന്റ്. നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് എടുത്ത് അവിടെ ക്ലിക്ക് ചെയ്തോളൂ. ഇതിപ്പോ ഞാൻ എന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. ക്ലിയർ ആയോ? ഇത് എന്റെ അക്കൗണ്ട് ആക്സസ്. നിങ്ങളൊരു അക്കൗണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയായിരുന്നു, ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് യൂസർ ആഡ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യാം. അത് ഞാൻ എടുക്കുന്നത് കാണിച്ചത്. ഇത് ക്ലോസ് ചെയ്ത് ആ ലെഫ്റ്റിലെ ഏറ്റവും മുകളിൽ ഓൾ അക്കൗണ്ട്സ് എടുത്ത് എന്നിട്ട് നിങ്ങൾ എടുക്കുക പ്രസന്റ് തന്നെ. അതില് അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ആക്സസ്. അതന്നെ അക്കൗണ്ട് ആക്സസ്. അത് നിങ്ങളുടെ അക്കൗണ്ടാ അല്ലെ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത. നിങ്ങൾ ഇവിടെ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി യൂസർ ആഡ് ചെയ്യാം. ഏറ്റവും ടോപ്പ് റൈറ്റിൽ പ്ലസ് ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് യൂസർ ആഡ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആരായിരിക്കുന്ന ആക്സിഡന്റ്, അതൊക്കെ വേണ്ടിട്ട് റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണത് കാണണേന്ന്. അപ്പൊ ആ ഒരു സ്ഥാപനത്തിൽ പോയവരുണ്ടാവും, അവരുടെ അടുത്തൊക്കെ മാറ്റാം. ഐഡിയ കിട്ടിയോ? ലെഫ്റ്റിൽ ക്ലോസ് ചെയ്ത് അതാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാന്ന് പറയുന്നത്. ഇനി അതിന്റെ താഴെ കണ്ടോ പ്രോപ്പർട്ടി, ലെഫ്റ്റിൽ അടിയിൽ പ്രോപ്പർട്ടി എന്നുണ്ടോ? പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അക്കൗണ്ടിൽ പലതരം പ്രോപ്പർട്ടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 3 വെബ്സൈറ്റ് ഉണ്ടാവാം. ഓരോ പ്രോപ്പർട്ടിയും കാണാം. അപ്പോൾ ഓരോ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ലെഫ്റ്റിൽ ഏറ്റവും ടോപ്പിൽ കണ്ടോ, ലെഫ്റ്റിൽ ക്രിയേറ്റ് എന്നുണ്ടോ? ലെഫ്റ്റ് ടോപ്പിൽ ക്രിയേറ്റ് ഉണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്ത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ അക്കൗണ്ട് എടുത്തേക്കണേ, ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോപ്പർട്ടിനെ ആഡ് ചെയ്യാം അടുത്ത വെബ്സൈറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3 വെബ്സൈറ്റ് ഉണ്ടെന്നായിരിക്കാം. ഒരു വെബ്സൈറ്റിനെ ആഡ് ചെയ്തു,
അടുത്ത പ്രോപ്പർട്ടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇനി വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വീണ്ടും അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ. ഇനി വീണ്ടും ലെഫ്റ്റില് ഹോം ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഹോം അല്ല, ഓൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത്, സോറി, ഓൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ ഓൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഇന്റർനെറ്റ് ട്രെയിനിങ്ങിലേക്ക് വരാം. സോറി. ഓക്കെ, ഇനി ഈ സ്ക്രീനിന്റെ ഏറ്റവും ഇതേത് ആ ലെഫ്റ്റിലേക്ക് പോട്ടെ, സ്ക്രീനിന്റെ ലെഫ്റ്റ് പോട്ടെ, ലെഫ്റ്റ് അവിടെ ലെഫ്റ്റ് പോട്ടെ, അവിടെ റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് കൃത്യം വരാം. ക്ലിയർ ആയല്ലോ? ഇനി ഏറ്റവും റൈറ്റ് സൈഡിലേക്ക് വന്ന് അവിടെ കണ്ട ആ ഷെയറിനുണ്ട്, ഷെയറിന് അടുത്തുള്ള സാധനം ക്ലിക്ക് ചെയ്ത് അതിന്റെ അപ്പുറമുണ്ട് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ്. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബേസിക് പെർഫോമൻസ് എന്ത് വേണം അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കിട്ടും. ആ ബേസിക് പെർഫോമൻസിന് താഴെ ക്ലിക്ക് ചെയ്ത് ഹൗ മെനി യൂസർ ഡിഡ് ഐ ഹാവ് ലാസ്റ്റ് വീക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് അവിടെ തന്നെ ആൻസർ വരും. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടോ? ക്ലിയർ? ഇനി സജസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്ത് വീണ്ടും ബേസിക് പെർഫോമൻസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്പോൾ ഇതൊന്നും പോകണ്ട, ഇവിടെ തന്നെ ആവശ്യമുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കമ്പനി ചോദിക്കുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ കിട്ടും. കണ്ടോ, വേർ ആർ മൈ ടോപ്പ് പേജസ് ആൻഡ് സ്ക്രീൻ ബൈ വ്യൂസ് കണ്ടോ, വാട്ട് ആർ മൈ ടോപ്പ് പേജസ്. അതായത് നമ്മുടെ സൈറ്റിന് ഏറ്റവും കൂടുതൽ ഏത് പേജിൽ നിന്നാണ് വന്നതെന്ന് അറിയാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഓരോ പേജാണ്, കോണ്ടാക്ട് പേജ്, ഓരോ പേജിന്റെ ടൈറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇല്ല, മനസ്സിലായി. വീണ്ടും സജസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്ത് താഴെ. വെരി ഗുഡ്. ഇനി ഡെമോഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കാണ് വാട്ട് കൺട്രി ഡു മൈ യൂസർ കം ഫ്രോം ക്ലിക്ക് ചെയ്ത് കണ്ട. ഇനിയിപ്പോ ആ ഭാഗം തൊട്ട് മുകളിൽ ഒരു 3 ഡോട്ട് ഉണ്ടോ, ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ആ ഭാഗം മാത്രം എടുക്കുക, ഷെയർ ചെയ്യാം. ഡൗൺലോഡ് ഫയൽ എടുത്ത് നിങ്ങൾക്ക് CSV വേണോ, CSV എടുക്കാം. ഡൗൺലോഡ് PDF വേണോ, PDF എടുക്കാം. ഓപ്പൺ ചെയ്ത് കണ്ടോ, ഇത് റിപ്പോർട്ട് വേണേ അയച്ചു കൊടുക്കാം. ഡൗൺലോഡ് ആയത് ക്ലിയർ ആയോ? നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അവർ ഇമെയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതല്ലേ വിഷ്ണുപ്രിയ ചോദിച്ചേ? അതെ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക, ഓരോ ഡൗൺലോഡ് ചെയ്തെടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഓരോ PPT ഉണ്ടാക്കാം. ഓരോ PPTയിൽ ഇത് കാണിക്കാം. ഇതാണ് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി വീണ്ടും അനലിറ്റിക്സ് എടുത്തേ, തൊട്ട് മുന്നത്ത് നിങ്ങൾ അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത സ്ക്രീനാണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗൺലോഡ് CSV എടുക്കാം, എക്സൽ ഷീറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഓപ്പൺ ചെയ്തേ കണ്ടോ, അവിടെ സ്ക്രീൻ വന്നോ? ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ടാക്കി എഴുതാം. എക്സാക്ട്ലി. ഇത് നമ്മൾ പഠിക്കും, എക്സൽ നമ്മൾ പഠിക്കുന്നതാണ്. നിങ്ങൾ എക്സൽ പവർ ബി എന്ന് പറയുന്ന വിഷ്വലൈസേഷൻ അടിപൊളി സാധനമാണ്. അറിയണവർക്ക്, കുറെ പേർക്ക് അറിയണവർ നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഈ ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണത്. ഇനി ഇത് നമ്മുടെ ഇതിലേക്ക് വന്നേ, ഇത് ക്ലോസ് ചെയ്യും, ഇത് താഴെ എടുക്കും, വീണ്ടും ബാക്ക് അടിച്ച് എക്സ്പോർട്ട് ഇൻസൈറ്റിൽ അവിടെ ബാക്ക് അടിക്കും. അവിടെ അടിച്ചാലും മതി, കുഴപ്പമില്ല. ഐഡിയ കിട്ടണ്ടോ എല്ലാവർക്കും? എന്താണ് ഇൻസൈറ്റ്? കുറെ കൂടിയൊക്കെ ഒരു ഐഡിയ ആയോ എല്ലാവർക്കും? ഇൻട്രസ്റ്റിംഗ് ആണോ? സജസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ക്ലിക്ക് ചെയ്യും. ഇതിൽ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് സാർ ശരിക്കും യൂസർ അക്വിസിഷൻ ക്ലിക്ക് ചെയ്തേ. നമ്മളെ ചെയ്തിരിക്കുന്ന പല വ്യൂസിലും കാണാം നമുക്ക് ഹൗ മെനി യൂസർ ഫ്രം ഓർഗാനിക് സെർച്ച്.
ആ കണ്ടോ? ഓക്കെ ഓക്കെ. എല്ലാം നിങ്ങൾക്ക് ഇത് ഇത്രയാണ് വേറൊരു ഷോർട്ട് കട്ട്. ഓൾറെഡി ഇതൊക്കെ നമുക്ക് വിഷ്വലൈസേഷനിൽ കാണാം. ക്ലിയർ ആയോ? ഇത് ഇപ്പൊ വേറെ രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അതെ. ഇപ്പൊ ഈ ഒരു സ്നാപ്ഷോട്ടിൽ കാണിക്കുന്നത് തന്നെ നമുക്ക് പല രീതി ഷോർട്ട് കട്ട് അത് മാത്രം എക്സാക്ട്ലി എടുക്കാം. സെയിം സാധനം പല രീതിയിൽ പല എളുപ്പത്തിൽ കാണാം. ഓക്കെ ഓക്കെ. അതാണ് പെട്ടെന്ന് വെരി ഗുഡ്. എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന്റെ എക്സ്പെർട്ട് ആവണേ. പ്രസിഡന്റ് സാറ് ഇത്ര 1 മണിക്കൂർ ഇരുന്ന് ആള് ചെയ്തു. ആള് പെർഫെക്റ്റ് ആയി. ആള് പ്രാക്ടിക്കലി ചെയ്തു. ഇന്നലെ വേറൊരാളെ ഞാൻ ചെയ്തായിരുന്നു. നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും ഇരുന്ന് ഇപ്പൊ ചെയ്യാം.